മതസ്ഥാപനങ്ങളെ ടാക്സിലേക്ക് കൊണ്ടുവരുന്നത്? അത് ഇത്ര വലിയ ടാക്സിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം കൊണ്ടുപോകുന്നതിനാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിലുണ്ട്. എന്തിനാ ഇത്ര വലിയ ടാക്സ് കൊടുക്കുന്നത്? അവിടെയാണ് അങ്ങനെയുള്ള ഭരണാധികാരികൾ വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഞാനെന്തോ ഒരു സമൂഹത്തെ ആക്രമിച്ചു, മതത്തെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി. അതിനകത്ത് ഈ പറയുന്ന ചില സെക്കുലർ ആൾക്കാരുമുണ്ട്. ഈ പറയുന്ന സെക്കുലർ എന്ന് പറയുന്ന ചില പാർട്ടിക്കാരും അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു പാർട്ടി അല്ല കാണിച്ചിട്ട് വെളിയിൽ വർഗീയത കാണിക്കുന്നു ചില പാർട്ടികളും അതിനകത്തുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. ഒരു പാർട്ടിയെ മാത്രമേ ഇതിനകത്ത് ബ്ലെയിം ചെയ്യാൻ പറ്റൂ? ഇല്ല. ചിലർ അതിനകത്ത് അങ്ങനെ അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്ന് കാണുമ്പോൾ അവരത് ഉപയോഗിക്കുക. ആരും മതം ഉപയോഗിച്ചാലും, ന്യൂനപക്ഷം ഉപയോഗിച്ചാലും, ഭൂരിപക്ഷം ഉപയോഗിച്ചാലും അത് വർഗീയതയാണ്.